അപ്പോൾ രാജേഷിൻ്റെ വീട്ടിൽ ഇന്നലെ ഞങ്ങൾ പോയി. എന്താ രാജേഷിൻ്റെ കണ്ണൂർ ജില്ലയിലാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലകൻ, നീന്തൽ പരിശീലകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് അപകടത്തിൽപ്പെട്ടത്. തൻ്റെ സ്വന്തം ജാക്കറ്റ് അഴിച്ച് അപകടത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ എത്തിച്ചു കൊടുത്ത് അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടു, ജാക്കറ്റ് ഉപയോഗിച്ചിട്ട്. ജാക്കറ്റ് നഷ്ടപ്പെട്ടു പോയ ഈ ചെറുപ്പക്കാരൻ രാജേഷിന് തിരിച്ചു കയറാൻ സാധിച്ചില്ല. അത്യപൂർവമായ സംഭവമാണ്. ആ ചെറുപ്പക്കാരൻ ആ ചുഴിയിൽ പെട്ട് മരിക്കുകയാണ് ചെയ്തത്. അപ്പോഴും ബോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും സത്യം പറഞ്ഞാൽ ഫലപ്രദമായി നടന്നില്ല. എല്ലാവരും കൂടി ചേർന്ന്, നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ചേർന്ന് നടത്തിയിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബോഡി കിട്ടിയത്. ആ ബോഡി കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി തിരിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒരു അപമാനകരമായൊരു ചിത്രമുണ്ട്. 3-4 ദിവസം വെള്ളത്തിൽ കിടന്ന ബോഡിയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ റവന്യൂ വകുപ്പാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തഹസിൽദാരാണ്, പയ്യന്നൂർ തഹസിൽദാർ. ആ പയ്യന്നൂർ തഹസിൽദാർ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു, എല്ലാവരും പോയി, ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും പോയിട്ട് പറഞ്ഞു ഫ്രീസർ വേണം, കാരണം 3-4 ദിവസമായി ബോഡി വെള്ളത്തിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിക്കേണ്ടതാണ്. ആംബുലൻസ് ഉണ്ട്, പക്ഷേ ഫ്രീസറില്ല. ഫ്രീസറിലൊന്നും കാര്യമില്ല, ഞങ്ങൾ ആസാമിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്, പിന്നെയാണോ തിരുവനന്തപുരത്തേക്ക് എന്നാണ് തഹസിൽദാരുടെ ചോദ്യം. നിരുത്തരവാദപരമായ നിലപാടാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തത്. ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടുമില്ല. മെഡിക്കൽ കോളേജിൽ തന്നെ കൃത്യമായിട്ട് ഈ കാര്യം അറിയിച്ചിട്ടില്ല. അവസാനം ബോഡിയുമായിട്ട് കോഴിക്കോട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ദുർഗന്ധം ആയി, വണ്ടി മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. അവിടുന്ന് ചാവക്കാട് എത്തിയപ്പോഴാണ് ഇനി മുമ്പോട്ടേക്ക് പോകില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഫ്രീസർ കൊണ്ടുവന്ന് ശവശരീരം ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇത് വിവരമറിഞ്ഞ് മെഡിക്കൽ കോളേജിലുള്ള ആളുകളാണ് പണം അയച്ചു കൊടുത്തത് ഗൂഗിളിൽ. റവന്യൂ വകുപ്പ് ഒരു തരത്തിലുള്ള കാര്യവും ഇടപെട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഏകോപനമില്ല. ഇവരെല്ലാം എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുമില്ല. അങ്ങനെ അപമാനിച്ച്, ശവശരീരത്തെ തന്നെ അപമാനിച്ച് ഇവിടെ എത്തുകയാണ് ചെയ്തത്. ആ കുടുംബവും അതിദയനീയമായ ചിത്രമാണ്. ഒരുപാട് കടം, വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, എവിടെയും എത്തിയിട്ടില്ല. അവിടെയും വളരെ പ്രയാസപ്പെടുന്ന സ്ഥിതിയാണ്. 2 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 ആൺകുട്ടികളാണ്. ഭാര്യയ്ക്ക് ജോലിയില്ല, പ്രായമായ അച്ഛനും അമ്മയും. അടിയന്തരമായിട്ട് അവർക്ക് ജോലി കൊടുക്കണം.